കാരണം നമ്മൾ SC കുട്ടികൾ, അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട്, അതായത് നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ ഉണ്ടാവില്ല, ചിലയിടത്ത് സീറ്റ് കിട്ടില്ല എന്നാല് ആ സമയത്ത് നമ്മളെക്കാളും കൂടുതൽ മാർക്ക് കുറഞ്ഞ എന്നാലോ അവർ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ട് നമ്മൾ സീറ്റ് അവർക്ക് കൊടുക്കും. അത് SC നമ്മളൊന്നിനും കുറ്റം പറയുകയല്ല, ഒരു ഒപ്പീനിയൻ പറഞ്ഞു. കാരണം ഒരു മുൻജാതിയിലുള്ള കുട്ടിക്ക് അവർ പഠിച്ചിട്ടായിരിക്കും മാർക്ക് വാങ്ങിയിട്ടുണ്ടാവുക, പക്ഷേ അതേ പൊസിഷനിൽ നിൽക്കുന്ന കുറച്ച് ഇതിൽപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് സീറ്റ് കൊടുക്കും. ഈ പഠിച്ച് മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് സീറ്റ് കിട്ടും. അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ സ്കോളർഷിപ്പ്, നമ്മളെല്ലാവരും ഫിനാൻഷ്യലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്, പഠനാനന്തരം ഒക്കെ. അപ്പോൾ നമുക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത് എന്തിനാണ്? നമ്മളെ പഠനത്തിൻ്റെ ചിലവുകൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമുക്ക് ഒരു OBC അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് സ്കോളർഷിപ്പുകളൊന്നും നമുക്ക് ഇതൊക്കെ തടഞ്ഞു വെക്കും. ആ സമയത്ത് ചിലപ്പോൾ ആ ഒരു രീതിയിൽപ്പെട്ട കുട്ടി ചിലപ്പോൾ ഫിനാൻഷ്യലായിട്ട് കുറച്ച് സ്റ്റേബിളാണ്, കാരണം എന്നാലും ആ കുട്ടിക്ക് സ്കോളർഷിപ്പും മറ്റെല്ലാ കാര്യങ്ങളും കിട്ടും. നമ്മൾ ഈ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എന്തില്ല, ഒന്നും കിട്ടില്ല. അതൊക്കെ സർക്കാരിൻ്റെ പറയാണ് എഡ്യൂക്കേഷൻ. കാരണം കുട്ടികൾക്ക് പഠിച്ച് നേടുന്നതും പഠിക്കാതെ കിട്ടുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ.